എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ ഉപയോഗിക്കാതെ തേങ്ങാപ്പാൽ ചേർത്ത മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻകറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 6 ചെറിയുള്ളി ചതച്ചത്, 3 പച്ചമുളക്, ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ, രണ്ടാം പാൽ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് യോജിപ്പിച്ചാലും മതി. പക്ഷേ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പച്ചവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പൊടി ആയതുകൊണ്ടാണ് 2 കപ്പ് പച്ചവെള്ളം ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഇതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഈ കുടംപുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി കൊടുക്കാം. എന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചാളയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് മീനിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ചാള നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമുക്ക് ഈ ചാള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് ഇട്ടേക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചാളയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ദാ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അതേപോലെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ തേങ്ങാപ്പാൽ തന്നെ വേണമെന്നുള്ളവർ തേങ്ങാപ്പാൽ 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം തലപ്പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്